പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാ സത്യവും വിക്രം അറിയുന്നു. വേദയുടെ നിർബന്ധപ്രകാരം വിക്രം ശ്രീകാന്തിനോട് പ്രതികരിക്കാതെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുളിക്കലിൻ്റെ മരണം വേദയെയും വിക്രത്തെയും വല്ലാതെ ഷോക്കാക്കുന്നു. കാരണം വരുണിനെ കൊന്നത് വിക്രമല്ലെന്ന് തെളിയിക്കാനുണ്ടായിരുന്ന ഏക സാക്ഷിയായിരുന്നു പുളിക്കൻ. അതുകൊണ്ട് തന്നെ വിക്രം നിരപരാധിയാണെന്ന് തെളിയിക്കുകയില്ല. എല്ലാ വഴികളും അടയുകയാണ് ആ സമയം. അതുപോലെ തന്നെ ആ വഴി അടഞ്ഞപ്പോൾ വേദ എല്ലാ സത്യവും വീട്ടുകാരോട് പറയാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇതേപ്പറ്റി വേദയും വിക്രവും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വേദയാണെങ്കിലും വിക്രത്തോട് പറയുകയാണ്, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനത് മനസ്സിലാക്കും, ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല. അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ട് വേദ എല്ലാ സത്യവും പറയാൻ വേണ്ടി തീരുമാനിക്കുന്നു. എല്ലാവരും വേദയുടെ റൂമിന് പുറത്തുള്ള ഏരിയയിൽ ഇരിക്കുകയാണ്. ശ്രീകാന്തിനാണെങ്കിൽ വേദ ഇങ്ങനെ സത്യം എന്തൊക്കെയോ പറയാനുണ്ട്, എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ അവതരിപ്പിച്ച് മുതൽ തന്നെ നല്ലപോലെ ടെൻഷനായിരുന്നു ശ്രീകാന്തിനാണെങ്കിൽ. അപ്പോൾ എല്ലാവരും വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീകാന്തിനാണെങ്കിൽ നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടാവും, വേദ എന്താകും പറയുക എന്ന് ഓർത്തിട്ട്. അങ്ങനെ വേദ കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി റൂമിൻ്റെ ഡോറിന് അടുത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ്. വിക്രത്തെ അകത്ത് ഇരുത്തിയിട്ട് വേദ മാത്രമാകും സത്യങ്ങൾ പറയാൻ ഇറങ്ങുന്നത്. പക്ഷെ വിക്രം വാഷ്റൂമിൽ തന്നെ മറിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം വേദ ശ്രീകാന്തിൻ്റെ കള്ളത്തരങ്ങളാകും പറയാൻ തീരുമാനിക്കുന്നത്, അല്ലാതെ വിക്രം അവിടെയുള്ള കാര്യമൊന്നും പറയാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ശ്രീകാന്തിൻ്റെ കള്ളത്തരങ്ങൾ പൊളിക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കും വേദയ്ക്ക്. അങ്ങനെ വേദ സംസാരിച്ച് തുടങ്ങുന്നു. ശ്രീകാന്ത് ഇരിക്കാതെ ആകെ പരിഭ്രാന്തനായി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്, ആകെ ടെൻഷനായിരിക്കും. അപ്പോൾ വേദയാണെങ്കിലും പറയുകയാണ്, അച്ഛ, അമ്മേ, ദീപ്തി, എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. പറയുമ്പോൾ എന്താണ് നിനക്ക് പറയാനുള്ളത് എന്നിങ്ങനെ ശങ്കരനാരായണനാണെങ്കിലും പറയുന്നുണ്ട്. വേദ പറയുകയാണ്, ഞാൻ വിക്രത്തിൻ്റെ വീട്ടിൽ നിന്നും വരാൻ കാരണം ചിലരുടെയൊക്കെ ഭീഷണി കൊണ്ട് മാത്രമാണ്. വേദ ഇത് പറയുമ്പോൾ ശ്രീകാന്ത് വേദയെ ഒരു ദേഷ്യഭാവത്തിലാകും ഇങ്ങനെ നോക്കുന്നത്. വേദ ശേഷം പറയുന്നത് തുടരുന്നു, ഞാൻ വിക്രത്തെ വിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ വിക്രത്തിൻ്റെ അച്ഛനെ ഇല്ലാതാക്കും എന്ന ഭീഷണിയിൽ പുറത്താണ് ഞാൻ ഇവിടെ വന്നത്. അല്ലാതെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ വിക്രത്തിലുള്ള എൻ്റെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടോ ആ വീട്ടുകാരെ ഇഷ്ടമല്ലാഞ്ഞിട്ടോ അല്ല. എനിക്ക് വിക്രം ഇല്ലാതെ വേറൊരു ലൈഫ് ഉണ്ടാകില്ല. അത്രയ്ക്ക് ഞാൻ വിക്രത്തെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിക്രത്തിൻ്റെ വീട്ടുകാരെയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. വിക്രത്തിൻ്റെ അച്ഛനായിട്ടല്ല, എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും പോലെയാണ് അവരെന്നോട് പെരുമാറുന്നതും. അത് എനിക്കും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ ഇടയിലേക്ക് സ്വത്തിൻ്റെ പേരിൽ കടന്നു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഈ നിൽക്കുന്ന ശ്രീയേട്ടനാണ് അച്ഛാ. ശ്രീകാന്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേദ ഇങ്ങനെ പറയും. വേദ ഇത് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കാകുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക് ആയിട്ട് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടത് വരെയുള്ള എല്ലാ കാര്യങ്ങളും വേദ എല്ലാവരെയും അറിയിക്കുകയാണ്. എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ സത്യം പറയുമെന്ന് ശ്രീകാന്ത് ആണെങ്കിൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ച ഒരു കാര്യമായിരുന്നില്ല. ശ്രീകാന്തിന് വേദ പറഞ്ഞതെല്ലാം കേട്ട് ദേഷ്യം അടക്കാൻ പറ്റാതാകും. വേദ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണ് എന്നൊക്കെ പ്രസ്താവിക്കുമെങ്കിലും വേദ അതെല്ലാം എതിർക്കുകയാണ് ചെയ്തത്. അങ്ങനെ കലി അടക്കാനാകാതെ ശ്രീകാന്ത് അവിടെയുള്ള ഒരു ചെടിച്ചട്ടി എടുത്ത് കൊണ്ട് വേദയെ അടിക്കാനായിട്ട് ഓങ്ങുന്നുണ്ട്. ഈ സമയം അകത്ത് വാഷ്റൂമിൽ മറഞ്ഞു നിൽക്കുന്ന വിക്രം ശ്രീകാന്തിനെ ചവിട്ടി താഴെയിടും. ശേഷം ശ്രീകാന്തിനെ ചവിട്ടി മെതിച്ചിട്ട് അവർ വിക്രത്തിൻ്റെ എൻട്രിയും എല്ലാം കൂടി ഇങ്ങനെ കാണുന്ന സമയത്ത് വീട്ടുകാരാകെ ഞെട്ടുകയാണ്. താഴെ കിടക്കുന്ന ശ്രീകാന്തിനെ നോക്കുന്നു. അതുപോലെ പെട്ടെന്ന് ഇങ്ങനെ വിക്രം ഇങ്ങനെ വന്നപ്പോൾ വിക്രത്തെയും നോക്കുന്നു. വിക്രം അവിടെയാണല്ലോ ഉള്ളത് എന്നുള്ള സത്യം ആ സമയത്താണല്ലോ എല്ലാവരും അറിയുന്നത്. വേദ വേഗം വിക്രത്തെ പിടിച്ചു മാറ്റുന്നൊക്കെയുണ്ട്. ശ്രീകാന്തിനെ വർഷം വന്ന് എടുത്തിങ്ങനെ പൊക്കി ഇങ്ങനെ നിർത്തുന്നൊക്കെ ഉണ്ട്. ശ്രീകാന്തിന് നേരെ നിൽക്കാൻ പോലും സാധിക്കുന്നുണ്ടാവില്ല, അത്രയ്ക്ക് നല്ല ചവിട്ട് കിട്ടിക്കാണും വിക്രത്തിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ വിക്രത്തെ കണ്ട ഉടൻ തന്നെ ശ്രീകാന്ത് ആകെ ഒന്ന് ഷോക്കായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഓ അപ്പോൾ ഈ തെമ്മാടിയെ ഇവിടെ തന്നെ ആയിരുന്നു അല്ലടെ നീ ഒളിപ്പിച്ച് വെച്ചത്, കൊള്ളാം. അച്ഛ ഇത് കണ്ടല്ലോ അല്ലേ? ശങ്കരനാരായണൻ പറയുന്നുണ്ട് ഇത് കാണുമ്പോൾ. വേദേ, എന്താണ് ഇതൊക്കെ കാണുന്നത്? അതെ അച്ഛാ, എനിക്ക് മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാ തെറ്റും ചെയ്തത് ഈ നിൽക്കുന്ന അച്ഛൻ്റെ മകനാണ്. ഇയാളിൽ നിന്നും എൻ്റെ ഭർത്താവ് വിക്രത്തെ രക്ഷിക്കാൻ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല എനിക്ക് എങ്ങനെയെങ്കിലും വിക്രത്തിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരാനും ഈ നിൽക്കുന്ന ശ്രീയേട്ടൻ്റെ കള്ളത്തരങ്ങൾ പൊളിക്കുകയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഈ സമയം ശങ്കരനാരായണൻ പറയുകയാണ്, നീ എന്തൊക്കെയാ വേദി പറയുന്നത്, അതെ എന്താ മോളി പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അമ്മ ഇങ്ങനെ കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വർഷയാണെങ്കിലും പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ അച്ഛ അമ്മ, അതാ അവൻ ആ തെമ്മാടിയെ രക്ഷിക്കാൻ വേണ്ടി വേദ കള്ളക്കഥ ഉണ്ടാക്കുന്നതാണ്, എൻ്റെ ശ്രീയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ദീപ്തി ആണെങ്കിൽ മൗനം ഇങ്ങനെ പാലിച്ച് നിൽക്കുകയാണ്, ഒന്നും തന്നെ പറയുന്നുണ്ടാവില്ല, വളരെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേദ പറയുകയാണ്, അതെ അച്ഛ, ഞാൻ പറഞ്ഞതെല്ലാം സത്യങ്ങൾ മാത്രമാണ്, വ്യക്തമായ തെളിവ് എൻ്റെ പക്കലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ശേഷം വേദ പോക്കറ്റിൽ നിന്ന് വേഗം മൊബൈൽ എടുത്തിട്ട് ഒരു തെളിവിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വീഡിയോ ആയിരിക്കും. ആ വീഡിയോ ശങ്കരനാരായണനും വേദയുടെ അമ്മയൊക്കെ കാണുന്നുണ്ട്. ശേഷം അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നത് കാണുമ്പോൾ ദീപ്തിയും വർഷയൊക്കെ അതെടുത്ത് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് ആ ഒരു വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് ഷോക്കാകുന്നുണ്ട്. ശ്രീകാന്തിൻ്റെ കള്ളത്തരങ്ങൾ കണ്ട് ഞെട്ടിത്തരിക്കുന്ന അച്ഛൻ ശ്രീകാന്തിൻ്റെ പക്കൽ ചെന്ന് കാരണം നോക്കി അടി കൊടുക്കുകയാണ്. ശ്രീകാന്തിൻ്റെ എല്ലാ കള്ളത്തരവും പൊളിയുന്ന ഒരു നിമിഷമായിരുന്നു അത്.